നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒരു ത്രിബിൾ സ്റ്റാർട്ടർ ത്രെഡിൻ്റെ മേക്കിംഗ് ആണ്. നിങ്ങൾക്കറിയാം, ത്രിബിൾ സ്റ്റാർട്ടർ ത്രെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ലീഡ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്നറിയാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 3 സ്റ്റാർട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർക്ക് നമ്മളെങ്ങനെ മെഷീനിൽ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ചക്കിലൊരു വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്കിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിംഗിൾ പോയിൻറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ സ്ക്വയർ ത്രെഡ് മൂവ് ചെയ്ത് പോകേണ്ട, അല്ലെങ്കിൽ സ്ക്വയർ ടൂൾ മൂവ് ചെയ്ത് പോകേണ്ട പോയിന്റ് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തെറ്റാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ കട്ട് കൊടുക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് പാസ് ചെയ്ത് പോകാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ സെക്കൻഡ് ഡബിൾ സ്റ്റാർട്ടഡ് ത്രെഡും സിംഗിൾ സ്റ്റാർട്ടഡ് ത്രെഡും ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. ഇത് സിംഗിൾ സ്റ്റാർട്ടഡ് ത്രെഡിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാർട്ടിനെ അപേക്ഷിച്ച് ത്രിബിൾ സ്റ്റാർട്ടഡ് ത്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലീഡ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഒരു റൊട്ടേഷൻ ബോക്സ് നട്ട് തിരിയുമ്പം അതിൻ്റെ ട്രാവലിംഗ് സ്പീഡ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കൂടുതൽ നമുക്ക് കിട്ടും. പിച്ച് എത്രയാണോ അതിൻ്റെ ത്രിബിൾ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ലീഡിൻ്റെ ഡിസ്റ്റൻസ് വരിക. ഇത് ശരിക്കും ത്രിബിൾ സ്റ്റാർട്ടഡ് ത്രെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു പുഷിങ്, ഒരു തള്ളു കൊടുക്കേണ്ട ഏരിയകളിലേക്കൊക്കെ ഏതെങ്കിലും ഒരു പാർട്ട് മൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റാർട്ടും ത്രിബിൾ സ്റ്റാർട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഡെപ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിനി ഇവിടെ നിന്ന് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഡെപ്ത് കംപ്ലീറ്റ് ആയി, സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഓരോ ഡെപ്ത് കഴിയുന്നതിന് ശേഷം മാത്രമായിരിക്കും സെക്കൻഡും തേർഡും നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും തേർഡ് ചെയ്യുക. അതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓരോന്നിൻ്റെ ഫിനിഷ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെപ്തും അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാർട്ടും ഇവിടുന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി തേർഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. തേർഡ് പൊസിഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീഷനോട് കൂടിയായിരിക്കും നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം പ്രോപ്പറാക്കി വർക്ക് അഴിച്ച് നമ്മൾ വർക്ക് റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആവാറായിട്ടുണ്ട്. ലാസ്റ്റത്തെ സ്റ്റാർട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏകദേശം കംപ്ലീഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ ഫിനിഷിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത്യാവശ്യം പ്രോപ്പർ ഫിനിഷിങ് നമുക്ക് ഈ ലാസ്റ്റ് പാസിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബർസും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെറിയ സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പേപ്പർ പിടിച്ച് കേട്ടത് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ്സുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയി. നമുക്ക് നേരെ അതിൻ്റെ 3 സ്റ്റാർട്ടുകളും ഒന്ന് പരിചയപ്പെടാം. 1, 2, 3 ഈ 3 എണ്ണവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെർഫെക്ഷൻ നിങ്ങൾക്ക് എത്രത്തോളം വന്നെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാവും. ഇതുപോലുള്ള എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ ഡോൺ ബോസ്കോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മെഷീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോ ആയിട്ട് കാണാം.